അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ല. അപ്പോൾ എല്ലാവർക്കും ഫാത്തിമ സിമ ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വാട്സപ്പിൽ വരലുണ്ട്. എന്തെന്നറിയാം, നമ്മൾ ഒരുപാട് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ബൾബുകളൊക്കെ സെയിൽ ചെയ്തിരുന്നു കേട്ടോ. റോസാ ചെടികൾ ചെയ്തിനും. ഇപ്പം നമ്മൾ എന്താ പറയുക, കുറച്ച് കുറവാണ് കേട്ടോ ചെടികളൊക്കെ സെയിൽ ചെയ്യുന്ന. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഹെയർ ഓയിൽ ചെയ്യുന്നുണ്ട്, പനങ്കുല ഹെയർ ഓയിൽ. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് തിരക്കിലാണ്. പല പല കാര്യങ്ങളുമായിട്ട്, അതിൻ്റെ ഓരോ കാര്യങ്ങളുമായിട്ട് നമ്മൾ തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെടികൾ തൈകളാക്കാനും, ഞാൻ മുമ്പേ വീഡിയോസിലൊക്കെ പറയുന്നതാണ്, നമ്മൾ അങ്ങനെ നേഴ്സറി ആയിട്ടൊന്നല്ല, നമ്മുടെ വീട്ടുമുറ്റത്ത് കുറച്ച് ചെടികൾ വെച്ചിട്ട് അത് അതിൽ നിന്ന് തൈകൾ എടുത്തിട്ട് സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് എനിക്കിഷ്ടമുള്ള ചെടികൾ ഞാൻ വാങ്ങും, എത്ര വില കൊടുത്തിട്ടാണെങ്കിലും അത് വാങ്ങും. എന്നിട്ട് ഞാൻ അത് തൈകളാക്കിയിട്ട് പിന്നെ സെയിൽ ചെയ്യലാണ്. നമുക്കൊരു പണിക്ക് ചെടി തൈകളാക്കാൻ വീട്ടിൽ പണിക്കൊരാളോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ഒഴിവ് കിട്ടുന്ന സമയം നോക്കി ചെടികൾ തൈകളാക്കലാണ്. ഇപ്പം ഈ ഹെയർ ഓയിലിൻ്റെ പരിപാടി ആയതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് അത്ര എന്താ പറയുക, ഇതിലേക്ക് ചെടികൾ തൈകളാക്കാനും ചെടീൻ്റെ മറ്റു കാര്യം ശരിക്കും വളം കൊടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇത് കാണുമ്പോഴേ ചെടികൾ കാണുന്നത് പിന്നെ അടീനിയും ചെടികളൊക്കെ ഇപ്പോൾ കട്ട് ചെയ്ത് നിർത്തിയതാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യമാണ് ഇപ്പം ഉള്ളത്. അപ്പോൾ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ഇത്തൻ്റെ അടുത്തുള്ള ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ തൈകൾ ഒന്ന് കാണിച്ചു തരുമോ, പൂക്കളൊന്ന് കാണിച്ചു തരുമോ, എന്നിട്ട് ഞങ്ങൾക്ക് തൈകൾ വേണ്ടിന്. അതും നമ്മളെടുത്തുനിന്ന് മുമ്പ് വാങ്ങിയ ആൾക്കാർ തന്നെയാണ് കേട്ടോ മെസ്സേജ് അയച്ച് വരുന്നത്. ഒന്ന് കാണിച്ചു തരുമോ, ഞങ്ങൾക്ക് ഇനിയും ചെടി വേണം, അപ്പോൾ ഞങ്ങൾ മുമ്പേ ഇത്തൻ്റെ അടുത്തുനിന്ന് വാങ്ങിയ ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മളേരിയത്ത് ഇപ്പം ഉള്ള ചെടികൾ കാണിക്കാനാണ് പറഞ്ഞത്. ഒരാൾക്ക് മാത്രം വീഡിയോ എടുത്ത് വാട്സപ്പിലിട്ട് അതിലും നല്ലത് നമുക്ക് ഒന്നിച്ചൊരാൾക്ക് വീഡിയോ ഇട്ടാൽ വീഡിയോ കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഓരോന്നും ചെടീൻ്റെ വലിപ്പവും തൈകളും ഒക്കെ നിങ്ങൾക്ക് കാണുകയും പൂക്കളും കാണാമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചത്. അപ്പോൾ അത് കണ്ടില്ലേ, ഇത് നമ്മളെ എന്താ പറയുക, നിറയെ പൂക്കൾ ഉണ്ടാകുന്നൊരു ചെടിയാണ് കേട്ടോ. ഇതൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മളെ അടുത്തുനിന്ന് വാങ്ങിയ ഒരു ചെടിയാണ്. ഇത് ഓണം നിറയെ പൂക്കൾ. ഒരുപാട് ആൾക്ക് നമുക്ക് ചെടി കൊടുക്കാനും പറ്റിയിട്ടില്ല കേട്ടോ. ഓലൊക്കെ നമ്മളോട് ക്ഷമിക്കണം. ഓലിങ്ങനെ വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ചിട്ടൊക്കെ നമുക്ക് എന്താ പറയുക, ചെടി കൊടുക്കാനോ അതിന് മറുപടി കൊടുക്കാനോ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു വെറൈറ്റി വരുന്നത്. ഇതിൻ്റെ തൈകൾ എന്താ പറയുക, അധികം വലിപ്പമൊന്നും ഇല്ലാത്ത ബൾബുകളായിരിക്കും. പിന്നെ നിറയെ പൂക്കളുണ്ടാവും. സത്യം പറയാലോ, ഇപ്പം ഈമ തന്നെ നിങ്ങൾ കണ്ടില്ല, ഒരു 4 ഒന്ന് ഒന്നേ വരുന്നുള്ളൂ എന്ന് തോന്നുന്നു. അതിൻ്റെ ഉള്ളിലുണ്ടോയെന്ന് അറിയില്ല, ഒന്നുമല്ല കേട്ടോ. ഇവിടെ വേറെയും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കണ്ടില്ലേ, ഒരു ചെടി. ഇത് വളമില്ലാത്തതുകൊണ്ടാട്ടോ, വളം ഉണ്ടായതിലും കൂടുതൽ പൂക്കളുണ്ടായതിനും. കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ ഒരുപാട് പൂക്കൾ ഉണ്ടായൊരു ചെടിയാണ്. അപ്പോൾ ഇതാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മിനിയേച്ചർ ടൈപ്പും വരുന്നുണ്ട്. അതായത് അധികം പൊക്കം വെക്കാണ്ട് കുറ്റിച്ചെടി പോലെ ഇങ്ങനെ ചെടി ചട്ടി നിറയായിട്ട് വരുന്ന ഒരു വെറൈറ്റി ഉണ്ട്. അത് പൂക്കൾ വിരിഞ്ഞാൽ ഏതാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഒന്നുള്ളത്. പിന്നെ അതുപോലെ വരുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു വെറൈറ്റിയാണ് വരുന്നത്. ഇതിൻ്റെ ഒരു ഭംഗി നിങ്ങൾ നോക്ക്. ഇതെന്ന് വെച്ചാൽ അതിൻ്റെ കളറുകൾ ശരിക്കും നമ്മൾ കണ്ടിട്ടോ, ഈ ഒരു കളർ തന്നെയാണ്. നമ്മൾ വേറൊരു കളറിൽ കൂട്ടിയിട്ട് ആക്കിയിട്ട് ഒന്നും എടുക്കുന്നില്ല, സെയിം കളറിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. പിന്നെ അടുത്തത് വരുന്നത് ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഭംഗി നിങ്ങൾ നോക്കിയാൽ ഇതൊരു കൊലയിൽ ഇത്രയും പൂക്കളുണ്ടാവും. ഇതിപ്പോൾ കണ്ടില്ല, ഈ ഒരു കളറെന്ന് വെച്ചാൽ പൂക്കൾ കൊഴിയാനായ സമയത്തുള്ള ഒരു കളറാണ്. വിരിഞ്ഞ് വരുന്ന സമയത്തുള്ളൊരു കളറുകൾ കണ്ടോ, നല്ല ഡാർക്ക് പിങ്കിൽ യെല്ലോ ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ള നിറയെ പൂക്കളുള്ളൊരു ടൈപ്പിനാണ്. ഇനി നിങ്ങൾ മഴയത്ത് വെച്ചാലും വെയിലത്ത് വെച്ചാലും ഒക്കെ ഒരുപാട് പൂക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ലീഫുകൾ നല്ല വലുപ്പത്തിലാണ് വരുന്നത്. ബൾബുകളും അതുപോലെ കുറച്ച് ബൾബുകളെ വരും. അത് തന്നെ നല്ല ഹെൽത്തിയായ ബൾബുകളായിരിക്കും, നല്ല വണ്ണുള്ള കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഈ ചെടികളെ പ്രത്യേകത നമ്മുടെ അടുത്തുനിന്ന് ഒരുപാട് ആൾക്കാർ റോസാണെങ്കിലും
ഗ്രൗണ്ട് ഓർക്കിഡാണ്. ഗ്രൗണ്ട് ഓർക്കിഡ് ഒരു ദിവസം ഞാൻ 5000 ഉറുപ്പ്യ 6000 ഉറുപ്പ്യൻ്റെ ഒക്കെ ബൾബുകൾ വിറ്റ ദിവസം ഉണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ തൈകൾ നമുക്ക് ആക്കാൻ എന്താ പറയുക പറ്റുന്നില്ല. ഇനി ആക്കിയാൽ തന്നെ പിടിച്ച് കിട്ടാനും ഹൈബ്രിഡ് വെറൈറ്റിയൊക്കെ പിടിച്ച് കിട്ടാനും പണിയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കുറേ ചെടികൾ നഷ്ടപ്പെട്ടു പോയി. നല്ല പ്രയാസമുണ്ട് തിരിഞ്ഞു നോക്കാൻ പറ്റായിട്ട്. നമ്മൾ നല്ല വില കൊടുത്തിട്ട് ഓരോ ബൾബ് 650 500 450 350 ഉറുപ്പ്യൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ബൾബുകൾ വാങ്ങുന്നത്. അത് വളരെ വില കുറച്ചിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വാങ്ങിയ സമയത്ത് നല്ല വില തന്നെ കൊടുത്തിട്ട് വാങ്ങിയതാണ്. ഇപ്പം നമ്മളിത് 300 ഉറുപ്പ്യക്കാണ് ഇതിൻ്റെ ബൾബുകൾ കൊടുക്കുന്നത്. ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ വരും കേട്ടോ. അതുകൊണ്ട് വീഡിയോ കണ്ട് ലൈക്ക് ഇടുക, കമൻ്റ് ഇടുക മറക്കരുത്. പിന്നെ അടുത്തത് വരുന്നത് ഈ ഒരു ചെടിയാണ് കേട്ടോ വരുന്നത്. ഇതിന് ആവശ്യക്കാരുണ്ടായിട്ട് നമ്മൾ തൈകൾ കൊടുക്കാനില്ലാണ്ടായി പോയ ചെടിയാണ്. പിന്നെ ഒരു 6 മാസത്തോളം ഇതിൻ്റെ തൈക്ക് വേണ്ടി ഓരോരുത്തർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. പക്ഷേ എനിക്ക് പോലും ഒരു തൈ ഇല്ലാതെ സെയിലായി പോയൊരു ചെടിയാണ് കേട്ടോ ഇത്. കണ്ടില്ലേ, നിറയെ പൂക്കളാട്ടോ ഇനിമേലുണ്ടാവുക. 1-2 പൂക്കളല്ല, കൊല നിറയെ തിക്കി നിറഞ്ഞ് പൂക്കളുണ്ടാകുന്ന ഒരു ചെടി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്. നിങ്ങളെ പ്രാർത്ഥനയിലൊക്കെ മുന്നേറ്റ് കൊടുത്തിട്ടോ. എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. ഈ ഒരു ചെടി നിങ്ങളെ കാണിക്കാൻ വീഡിയോ എടുക്കുമ്പോൾ ഈ എൻ്റെ ഒരു ചെടീൻ്റെ പൂവ് പൊട്ടിപ്പോയിട്ടോ. അപ്പോൾ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. കാരണം നമ്മളെ പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ പഠിച്ചോൻ കേൾക്കണമെങ്കിൽ നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ പ്രാർത്ഥന പഠിച്ചോൻ കേൾക്കൂല കേട്ടോ. എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പഠിച്ചോൻ നമ്മളെ പ്രാർത്ഥന കേൾക്കും, നമ്മളെ ആവശ്യങ്ങൾ സാധിക്കും. അപ്പോൾ ബായ്.